ഹായ്, നമസ്കാരം. ഞാൻ ഈ BSNL-കാരോട് ഒരു കാര്യം പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. കഴിഞ്ഞ കുറച്ച് 2-3 ആഴ്ചയായിട്ടിപ്പോൾ എനിക്ക് ഈ BSNL-ൻ്റെ നെറ്റ്വർക്ക് സിഗ്നൽ വളരെ സ്പീഡ് കുറവാണ്. അവരിടയ്ക്കൊക്കെ ഒന്ന് വിട്ടുപോകും. കഷ്ടിച്ചൊന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഒരു സൈറ്റിലൊക്കെ ഒന്ന് കയറണമെങ്കിൽ അതിപ്പോൾ വലിയ ബുദ്ധിമുട്ടായി. ഈ മറ്റേ സെൽഫ് എനുമറേഷൻ സൈറ്റിലൊക്കെ ഒന്ന് കയറാൻ വേണ്ടി പലപ്പോഴും ഒരിക്കലും ഒന്ന് കയറി അത് പോയി. ഇപ്പോൾ 1-2 കാര്യം ചെയ്തപ്പോഴേക്കും സ്റ്റേറ്റും തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അത് പോയി. പിന്നെ പഠിച്ച പണി 18 മതി. ഓരോ ദിവസവും രാവിലെ എണീറ്റ് നോക്കും. രാവിലെയല്ല, പലപ്പോഴും നോക്കും ഇത് ഒക്കെ സൈറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന്. തീരെ കിട്ടിയാൽ അപ്പോൾ അതിന് ഇച്ചിരി ഡാറ്റ കൂടുതൽ വേണമെന്ന് തോന്നുന്നു സൈറ്റിൽ കയറണമെങ്കിൽ. ഫേസ്ബുക്കിലൊക്കെ കയറുന്ന പോലെ അതിലേക്ക് കയറാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ആ ഇനുമറേഷൻ പദ്ധതിയിൽ ഒരു പൂരിപ്പിക്കാനുള്ളതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കണക്കെടുപ്പിൽ പങ്കാളികളാകാനും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് തന്നെ അതറിയത്തില്ലാത്തൊരു കാര്യം. അത് സ്വയം ചെയ്യണമെങ്കിൽ അതിന് നല്ലൊരു നെറ്റ്വർക്ക് വേണം. നമുക്ക് കിട്ടണം പെട്ടെന്ന്. പിന്നെ അതിനേതാണ്ട് സമയപരിസര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുക എന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ അതിനകത്തൊന്ന് കയറി ഒന്നും ചെയ്യാതെയാണ് കയറിയത്. ഇപ്പോൾ അതിനകത്ത് കയറാൻ പറ്റുന്നില്ല. ഒരു 8-10 കൊല്ലമായിട്ട് ഞാനിങ്ങനെ ഓരോ പോസ്റ്റ് ഇടുന്നതാണ്. ഇപ്പോൾ BSNL പരാതിയായിട്ട് എന്ത് കാര്യം. ചിലപ്പോഴൊക്കെ കിട്ടും, ചിലപ്പോഴൊന്നും കിട്ടിയാലോ. ഇപ്പോൾ ഈ മഴക്കാറും മൂഡിലൊക്കെ ആയതുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു കുറച്ചൊക്കെ സ്പീഡൊക്കെ കിട്ടിയാൽ വലിയ ഡാറ്റ കൂടിയൊന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയില്ലെങ്കിലും ഒരു മിനിമം സ്പീഡൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഈ 4G ആക്കുന്നതിന് മുമ്പ് എനിക്ക് 4G ഇവരിവിടെ സ്ഥിരമാക്കുന്നതിന് മുമ്പ് 4G ആയിരുന്നു ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ പരീക്ഷണാർത്ഥം അവരത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ എല്ലായിടത്തും 4G ആക്കിയപ്പോഴാണ് എനിക്കിങ്ങനെ ഈ നെറ്റ് സ്പീഡ് കുറഞ്ഞു. അപ്പോൾ ഈ കവനേരി പ്രദേശത്തേക്കൊക്കെ അത് പലയിടത്തും നെറ്റിൻ്റെ സ്പീഡ് കുറവാണെന്നാണ് പലരും പറഞ്ഞു. പലർക്കും ഒത്തിരി പേർക്ക് സിം ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനെന്തായാലും കുറേ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും BSNL-ൻ്റെ എനിക്ക് ഇവിടെ കിട്ടുന്നത് ഇപ്പം ഞാൻ നോക്കിയിട്ട് BSNL തന്നെയാണ്. പൈസ കുറവുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ ആക്കുവാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. പൈസ കൂടുതൽ കൊടുക്കുമ്പോൾ അതിൻ്റേതായൊരു ക്വാളിറ്റി എന്തായാലും മറ്റ് ജിയോയ്ക്കൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് പ്രാവശ്യം ഞാനത് നോക്കിയതാണ്. അത് അത്രയ്ക്കൊന്നും കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ BSNL തന്നെയാണല്ലോ പിന്നെയും ഭേദം. ഭേദം തമ്മിലെന്ന് പറഞ്ഞാൽ ഇത്ര പൈസ കൂടെ 100-100 ചില്ലാൻ രൂപ ഇപ്പം ഞാൻ ചെയ്യുന്നതിന് എനിക്ക് കുറവ് വരുന്നുണ്ട്. 2 GB നമുക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതിനൊക്കെ 350 ചാർജ് ആകുമെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയൊന്നും വേണ്ട. ഇതൊരു 199 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 2 GB വെച്ച് കിട്ടും. അതല്ലെങ്കിൽ 225 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 30 ദിവസത്തേക്ക് 2 GB വെച്ച് കിട്ടും. എന്തായാലും ഈ 2 പ്ലാന് എൻ്റെ കണക്കിൽ ദോഷമില്ലാത്ത ലാഭകരമാണ്. പക്ഷേ അതിന് സ്പീഡ് കിട്ടിയില്ലെങ്കിൽ ആ ലാഭം കൊണ്ട് എന്താ ഒരു കാര്യമുള്ളൂ. അതുകൊണ്ട് ദയവായി ഇത് ആരെങ്കിലും കാണുകയോ കേൾക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. നമസ്കാരം.